അഖില കേരള വിശ്വകർമ്മ മഹാസഭ ചേർത്തല താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള വിശ്വകർമ്മ സത്രത്തിന് ഭക്തിനിർഭരമായ തുടക്കം. വിളംബര ഘോഷയാത്രയോടെയാണ് സത്രം ആരംഭിച്ചത്. മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. അഖില കേരള വിശ്വകർമ്മ മഹാസഭ ചേർത്തല താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന വിശ്വകർമ്മ സത്രത്തിന് വൻ ജനപങ്കാളിത്തം. മെയ് 4-ന് ചേർത്തല ദേവീക്ഷേത്ര സന്നിധിയിൽ നിന്നും യജ്ഞമണ്ഡപത്തിലേക്ക് യജ്ഞവിളംബര ഘോഷയാത്ര നടന്നു. തുടർന്ന് നടന്ന സമ്മേളനം കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഒരു കാലത്ത് കഥകൾ ഏറ്റവും കൂടുതൽ പറഞ്ഞിരുന്ന അമ്മൂമ്മമാരായിരുന്നു. ഇന്ന് അമ്മൂമ്മമാർ കഥകൾ പറയുന്നുമില്ല, കഥകൾ കേൾക്കാൻ കുട്ടികൾക്ക് താല്പര്യവും ഇല്ല. കഥകൾക്കകത്തെല്ലാം അവർ പറഞ്ഞു തന്നിരുന്നതെല്ലാം നന്മയുടെ കഥകളായിരുന്നു. ഇവിടെ ഇരിക്കുന്ന മുതിർന്നവർ കേട്ട അത്തരം കഥകളിലൊന്നും തിന്മയുടെ പക്ഷം ചേരുന്ന കഥകൾ ഇല്ലായിരുന്നു. സത്യത്തിന്റെ പക്ഷം ചേരുന്ന കഥകളായിരുന്നു അതെല്ലാം. അവരെല്ലാം ആ പക്ഷത്താണ് നിലയുറപ്പിച്ചിരുന്നത്. നമുക്ക് ഇന്ന് അത്തരം കഥകളൊന്നും ഇല്ലെങ്കിലും ഇതേപോലുള്ള ഇടങ്ങളിൽ ഉയർന്നു കേൾക്കുന്നത് നമ്മുടെ പുരാണ വേദ ഇതിഹാസങ്ങളിലൂടെയുള്ള കടന്നുപോക്കാണ്. ആ കടന്നുപോക്കിന് ഈ കാലത്ത് എന്താണ് ഒരു പ്രാധാന്യമുള്ളത്? അവിടെയെല്ലാം ഉയർന്നു കാണുന്ന നന്മയുടെ പക്ഷം നമുക്ക് ചേരാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ എല്ലാം ഉയരുന്നത്. നമ്മുടെ എല്ലാം ഉള്ളിൽ ഈ കാലത്ത് ഒരുപാട് ചിന്തകൾ വന്നു കയറുന്നുണ്ട്. ആ ചിന്തകളിൽ എല്ലാം നല്ല ചിന്തകളാണ് നമ്മൾ കരുതുന്നുണ്ട്. നമ്മുടെയൊക്കെ ഉള്ളിലും തെറ്റായതും മോശപ്പെട്ടതുമായ ചിന്തകൾ വന്ന് കയറുന്നുണ്ട്. ആ ചിന്തകൾ വന്ന് കയറുമ്പോൾ അതിനെ എങ്ങനെയാണ് നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുക? അവിടെയാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുമ്പോൾ, ഈ കഥകൾ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുമ്പോൾ, ഈ ഇതിഹാസങ്ങളിലെയും പുരാണങ്ങളിലെയും കാര്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുമ്പോൾ, നാം അത് കേട്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആ ചിന്തകൾ വന്ന് കയറേണ്ടതുണ്ട്. അങ്ങനെ വന്ന് കയറുമ്പോഴാണ് നമുക്കിതിനെ മാറ്റാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ഒരുതരം പവിത്രീകരണമാണ് ഇവിടങ്ങളിൽ നടക്കുന്നത്. AKVMS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് നവപുരം ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. ആലപ്പുഴ രൂപത വികാരി റവറൻ ഫാദർ ക്രിസ്റ്റഫർ അർത്തശ്ശേരിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി രാജഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ വൈസ് ചെയർമാൻ TS അജയകുമാർ സത്ര സന്ദേശം നൽകി. ശ്രീമദ് വിശ്വബ്രഹ്മ മഹാകാവ്യം ഗ്രന്ഥകർത്താവ് പനച്ചിക്കാട് സദാശിവൻ സത്ര മാഹാത്മ്യ പ്രഭാഷണം നടത്തി. പുല്ലേലില്ലം PP ശ്രീകുമാർ നമ്പൂതിരി വിഗ്രഹപ്രതിഷ്ഠ നടത്തി. VK ദാസപ്പൻ മുഹമ്മ വിഗ്രഹ സമർപ്പണവും ബൈജു രവീന്ദ്രൻ തിരുവനന്തപുരം ഗ്രന്ഥസമർപ്പണവും നടത്തി. ചേർത്തല റിട്ടയർഡ് തഹസിൽദാർ S ഗോപാലകൃഷ്ണൻ നിറപറ സമർപ്പണവും തായപ്പള്ളി വളി PK ഗോവിന്ദനാചാരി ധാന്യ സമർപ്പണവും നടത്തി. PWD നാഷണൽ ഹൈവേ ചീഫ് എഞ്ചിനീയർ S ദീപു, ചേർത്തല നഗരസഭാ കൗൺസിലർ ഏലിക്കുട്ടി ജോൺ, ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ S സുരേഷ്, CP പുരുഷോത്തമനാചാരി, P ഫൽഗുനനാചാരി, ഷാജി അമ്പഴത്തുങ്കൽ, സത്രസമിതി രക്ഷാധികാരി തിരുവിഴ ശിവാനന്ദൻ, സത്രസമിതി ചെയർമാൻ G രാധാകൃഷ്ണൻ, സത്രസമിതി വൈസ് ചെയർമാൻ MP അജിത് കുമാർ, താലൂക്ക് ട്രഷറർ AR ബാബു, മഹിളാ സംഘം താലൂക്ക് പ്രസിഡന്റ് ജയ രാധാകൃഷ്ണൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സത്രസമിതി കൺവീനർ NP രാജേന്ദ്രനാചാരി കൃതജ്ഞതയും താലൂക്ക് യൂണിയൻ സെക്രട്ടറി P സുരേഷ് കുമാർ സ്വാഗതവും പറഞ്ഞു. തുടർന്ന് ആചാര്യവരണവും ആചാര്യ പ്രഭാഷണവും സംഗീതാർച്ചനയും നടന്നു. മെയ് 9-നാണ് വിശ്വകർമ്മ സത്രം സമാപിക്കുക.